നീ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ട് അയാൾ നിന്നെ കൊല്ലാൻ നോക്കിയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഞൊടിയുടെ വ്യത്യാസത്തില് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോരുന്നെങ്കിൽ വിടില്ല. നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടോടിയ അവനെ, അവന്റെ പിന്നിലുള്ള സകലരെയും എന്റെ കൈ കിട്ടിയ ഞാൻ തീർത്ത് കളയും. വിശാൽ സർ, എടുത്തു ചാടി അവിവേകം ഒന്നും കാണിക്കല്ലേ. ഇപ്പോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. എന്നാലും ആരായിരിക്കും മറിഞ്ഞിരിക്കുന്ന ആ ശത്രു? ആരായാലും അവർക്ക് അർഹമായ ശിക്ഷ ഉദയന്നൂരമ്മ കൊടുക്കും. അവരെ അമ്മ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. സാറ് സങ്കടപ്പെടാതിരിക്കെ, ഉദയന്നൂരമ്മ എന്നെയും സാറിനെയും കാത്തുരക്ഷിച്ചോളും. ആ വിശ്വാസത്തോടെ, ഉദയന്നൂരമ്മയുടെ പ്രാർത്ഥനയോടെ സാറ് കിടന്നുറങ്ങിക്കോളൂ. സാർ കിടന്നോളൂ. ഇയാൾ ആരാണ്? ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ജാസ്മിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ രാഹുൽ, പറയടാ. ജാസ്മിൻ, ഞാനിപ്പോ സോഷ്യൽ മീഡിയയില് നീ അപ്ലോഡ് ചെയ്ത ഒരു സെൽഫി കണ്ടു. അത് നീ കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാവടാ. കൊള്ളാം, പക്ഷെ ഞാനത് പറയാനല്ല വിളിച്ചത്. പിന്നെ നീ എന്തിനാ വിളിച്ചത്? നിന്റെ സെൽഫിയിൽ ഒരു പ്രായമായ മനുഷ്യനെ കണ്ടു, നരച്ച മുടിയും താടിയൊക്കെ ഉള്ള. അതാ കണ്ണ് കണ്ടുകൂടാത്ത കിളവനാ. സെൽഫി എടുക്കുന്ന നേരത്തെ അയാൾ എവിടെന്നോ പിന്നിൽ വന്ന് നിന്നതാ. എടുത്തു കഴിഞ്ഞ ശേഷമാ ഞാൻ പോലും കാണുന്നത്. നിന്റെ സെൽഫി സൂപ്പർ ആയതുകൊണ്ട് അയാളെ കെയർ ചെയ്യാതെ ഞാനതങ്ങ് പോസ്റ്റ് ചെയ്തു. എന്താടാ? അല്ല ജാസ്മിൻ, അയാളെ ഞാൻ എവിടെ കണ്ട പോലെ. അതാ ഞാൻ അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വിളിച്ചേ. ഏയ്, എനിക്ക് അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലടാ. അയാളെ ആ പാർവതിയാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ജാസ്മിൻ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്റെ വീട്ടിലുള്ള ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താടാ? എന്താ നിനക്ക് പറയാനുള്ളത്? അതൊക്കെ നേരിട്ട് പറയാം. ഹലോ. ഹലോ വിശാൽ സർ. എന്തായി സുരേഷ് അന്വേഷണം? സാറിന്റെ പരാതി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്താണ് ഞങ്ങളത് അന്വേഷിക്കുന്നത്. അതും ഒരു മർഡർ അറ്റംപ്റ്റ് അല്ലേ, ഞങ്ങൾ വെറുതെ വിടും. എന്നിട്ട് പാർവതിയെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ കുറിച്ച് എന്തെങ്കിലും ലീഡ് ലഭിച്ചോ? ആരാ ആ കില്ലർ അയച്ചത്? ഞാനൊരു ഫോട്ടോ സാറിന്റെ മൊബൈലിലേക്ക് ഇപ്പൊ അയക്കാം. അതൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? അതെ, ആ പെൺകുട്ടിയാണ് സാറിന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത്. ആ കില്ലറുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതും ഈ ലേഡി തന്നെയായിരുന്നു. സാർ ആ ഫോട്ടോ എടുത്തു നോക്കിയേ. വെയിറ്റ്, ഞാൻ നോക്കട്ടെ. ഓക്കെ. ഹലോ. അല്ല, ആരാ ഇവള്? പേര് യഹി എന്നാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. സാറിന് ഈ പെൺകുട്ടി അറിയോ? ഏയ് ഇല്ല, അറിയില്ല. അല്ല, ഈ ആളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല സർ, ഞങ്ങൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നുന്നു. അവളെ നിങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ വെച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചാൽ
ഇവളുടെ പിന്നിൽ ആരാ ഉള്ളതെന്ന് അറിയാൻ സാധിച്ചേക്കും. എന്തായാലും ഇവളുടെ പിന്നിൽ വേറെ ആളുകൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഊഹം. ഞങ്ങൾ സാറ് പറഞ്ഞ നിലയ്ക്ക് തന്നെയാണ് അന്വേഷിക്കുന്നത്. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും പാർവതിയെ കൊല്ലാൻ ശ്രമിച്ച മുഴുവൻ പേരെയും പൊക്കണം. അവരെ നിങ്ങൾ പൊക്കിയിരിക്കും സാർ. സാർ ഏതായാലും ഈ ഫോട്ടോ വൈഫിനൊന്ന് കാണിക്കും. എന്നിട്ട് ഇവിടെ പരിചയമുണ്ടോന്നൊന്ന് ചോദിക്കും. ആ, അത് ഞാൻ ചെയ്യാം. ശരി, വിളിക്കാം സാർ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചറിയിക്കാം. ഓക്കെ. എത്രയും പെട്ടെന്ന് ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ശരി സാർ. ആരാ ഇവള്? യഹിയ. എത്ര ശ്രമപ്പെട്ടിട്ടാണെങ്കിലും പാർവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇനി ഇതിൽ ശേഖരമേനോന് പങ്കുണ്ടാവോ? അമ്മയെ കൊന്നവനയാള്, പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവനയാള്. അങ്ങനെയുള്ള ആ ദുഷ്ടൻ പാർവതിയെയും കൊല്ലാൻ മടിക്കില്ല. ശേഖരനെ വെറുതെ വിടാൻ പാടില്ല. അവൻ എവിടെയായാലും അവനെ ഞാൻ വീണ്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. വിശാൽ സാർ, സാർ വരൂ, ഊണ് റെഡിയായിട്ടുണ്ട്. വരൂ, കഴിക്കാം. ഞാൻ വരാം. പിന്നെ പാർവതി, ആ SI വിളിച്ചിരുന്നു. എന്നിട്ട് അയാള് ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. ആളിനെ നിനക്കറിയാമോ നോക്കിയേ. ഇവളാണ് മർഡർ നടത്താൻ വേണ്ടി കില്ലറെ ഏർപ്പാടാക്കിയത്. ഇവളുടെ നമ്പറിൽ നിന്ന് അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നത്. ഈ പെൺകുട്ടിയെ നീ അറിയോ? ഇവള് കാണാൻ നല്ല സുന്ദരിയാണല്ലോ. ഇവക്ക് കല്യാണം ആയതാണോ? ഇല്ല, നല്ല പയ്യന്മാരോ വല്ലതും ഉണ്ടെങ്കിൽ നീ പറയും. ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോഴാ. പാർവതി, ഇവളാ നിന്നെ കൊല്ലാൻ വേണ്ടി ആളയച്ചത്. അത് നിനക്ക് ഓർമ്മ വേണം. എന്താ ഇവളുടെ പേര്? യഹിയ. എന്തായാലും ആളെ എനിക്കറിയില്ല. എന്നെ കൊല്ലാൻ മാത്രം ഇവക്ക് എന്താ എന്നോട് ഇത്ര ശത്രുത? അതൊക്കെ കണ്ടുപിടിക്കാം. ശരി, ദാ ഏതായാലും സാർ ഇപ്പോൾ ഊണ് കഴിക്കാമാ. വാ വിശാൽ സാർ. വന്നേ, വാ, നടക്ക. എന്താ ഇത്? എന്താ ജാസ്മിൻ? ആന്റി ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഞാൻ കഴിക്കോ? എങ്ങനെയുണ്ട്? എന്താ ജാസ്മിൻ, എന്ത് പറ്റി? ഈ കറികൾക്കൊന്നും ഒരു രുചിയുമില്ല. ഒന്നും നാക്കിൽ വെച്ച് കഴിക്കാൻ തന്നെ പറ്റുന്നില്ല. അയ്യോ, ഏയ്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ ചെമേ? എനിക്ക് പിന്നെ പുളി എരിവും ഉപ്പൊക്കെ കുറച്ച് മതി. അതുകൊണ്ട് ഇതൊക്കെ എന്റെ പാകത്തിന് ചേരും. എനിക്കിതൊന്നും തീരെ പിടിച്ചില്ല. ഒരു വകയ്ക്ക് കൊള്ളില്ല. ഒരു ടേസ്റ്റും ഇല്ല. ജാസ്മിൻ, ഇത്രയും നാളും നീ പാർവതി പാചകം ചെയ്തു തന്നെയല്ലേ കഴിച്ചത്?
ഇന്നൊരു ദിവസം ഇത്തിരി രുചിക്കുറവുണ്ടെന്ന് കരുതി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമോളെ. പാർവതി, എന്താ പറ്റിയ? വിശാൽ സർ, അത് പിന്നെ ഇവിടെ ദേവി പൂജ നടക്കാൻ പോവല്ലേ. ഞാൻ അതിനു വേണ്ടി വ്രതത്തിലാ. വ്രതം എടുക്കുന്ന നേരത്ത് ഞാൻ പാചകം ചെയ്യുന്ന ഒന്നിന്റെയും രുചി നോക്കാറില്ല. അതുകൊണ്ട് ഈ വിഭവങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ച സ്വാദുണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോ ജാസ്മിൻ പറഞ്ഞതുപോലെ സ്വാദ് കുറവായിരിക്കും. ജാസ്മിൻ, ഒന്ന് ക്ഷമിക്കൂ. അടുത്ത ആഴ്ച അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയല്ലേ. ഷഷ്ടിപൂർത്തിയോ? ഇതിന് പകരമായി അന്ന് ഞാൻ എല്ലാവർക്കും ഗംഭീര സദ്യ തന്നെ ഒരുക്കിത്തരാം. അടുത്ത ആഴ്ച ഗോപിനാഥിന്റെ ഷഷ്ടിപൂർത്തിയാണോ? അതിവളെങ്ങനെ അറിഞ്ഞു? മോളെ, അടുത്ത ആഴ്ചയാണോ ഗോപിയുടെ ഷഷ്ടിപൂർത്തി? അതെ അച്ഛമ്മേ, കൃത്യമായിട്ട് പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ച. അച്ഛന്റെ ഷഷ്ടിപൂർത്തി അടുത്ത ആഴ്ചയാണെന്ന് പാർവതി എങ്ങനെ അറിഞ്ഞു? അച്ഛൻ പറഞ്ഞോ? ഹേയ്, അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടുത്തെ എല്ലാവരുടെയും പിറന്നാൾ ദിവസവും വയസ്സും ഞാൻ കൃത്യമായിട്ട് അറിയുന്നതല്ലേ. ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അവരവരുടെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കുന്നതൊക്കെ ഞാനല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ? ഓ, അത് കൊള്ളല്ലോ. ഏതായാലും പാർവതി ഷഷ്ടിപൂർത്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് നന്നായി. ഷഷ്ടിപൂർത്തി നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം. ഹാ, അല്ലേ അച്ഛമ്മേ? അത് വേണ്ട അമ്മേ? ആ പിന്നെ വേണം വേണം. ഗോപിയേട്ടൻ കിടപ്പിലാണെങ്കിലും ഷഷ്ടിപൂർത്തി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കണം. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ദേവമ്മയും പറഞ്ഞു. പിന്നെ ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വരാന്നും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം മുഴുവൻ ദേവമ്മയ്ക്ക് അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പാർവതി, ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ഗായത്രി ചേച്ചി വരുമെന്ന് നീ പറഞ്ഞില്ലേ? അന്ന് ഗായത്രി ചേച്ചി വന്നില്ല. ഇപ്പതേ ഷഷ്ടിപൂർത്തിക്ക് ചേച്ചി വരുമെന്ന് നീ പറയുന്നു. എന്താ പാർവതി നിന്റെ ഉദ്ദേശം? അമ്മേ, ഓർമ്മ ദിവസം അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു.
പക്ഷേ അന്ന് അമ്മയെ പാർവതിക്കല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റിയില്ല. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ ദേവമ്മ വരും, അതെനിക്ക് ഉറപ്പാ. അമ്മ വരട്ടെ. അമ്മയോടൊപ്പം അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഒരു ഉത്സവം പോലെ നമുക്ക് ആഘോഷിക്കണം. ഉം. രാഹുലിന് ശേഖറിനെ കുറിച്ച് എന്താ എന്ന് പറയാനുള്ളത്? എന്തെങ്കിലും ഗൗരവമുള്ള വിഷയമായിരിക്കും അത്. അല്ലായിരുന്നെങ്കിൽ അവനത് ഫോണിലൂടെ എന്നോട് പറഞ്ഞേനെ. ശരിക്കും ഈ ശേഖരൻ ആരാ? അയാൾക്ക് പിന്നിൽ ഇനി എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? പാർവതി എന്തെങ്കിലും ലക്ഷ്യങ്ങളോടെയാണോ അയാൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? ആദ്യം രാഹുലിനെ കാണാം, അതിനുശേഷം ശേഖറിന് പിന്നാലെ ഒരു അന്വേഷണം നടത്തണം. ജാസ്മിൻ, ആ ആൻറ്റി, നീ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ കരുതി നീ ആ പാർവതി പറഞ്ഞ പിത്തലാട്ടത്തെ കുറിച്ച് ചിന്തിക്കുവാന്ന്. മനസ്സിലായില്ല. ഗോപിയേട്ടനെ ഷഷ്ടി പൂർത്തിക്ക് ഗായത്രി ചേച്ചി വരുമെന്നല്ലേ അവളുടെ വാദം. ഞാനതാ പറഞ്ഞത്. ഓ, പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അവള് വീണ്ടും നമ്മളെല്ലാം വിട്ടികളാക്കാൻ പോവാ. ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തില് ഗായത്രി ചേച്ചി വരുമെന്ന് പാർവതി പറഞ്ഞു. അന്നെല്ലാവരും ഗായത്രി ചേച്ചിയെ പ്രതീക്ഷിച്ചു നിന്നു. എന്നിട്ട് എന്തായി? ഗായത്രി ചേച്ചി വന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാവും ഷഷ്ടിപൂർത്തിക്ക് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അത് തള്ളിക്കളയാൻ പറ്റില്ല ആൻറ്റി. അതെന്താ നീ അങ്ങനെ പറയുന്നേ? ഷഷ്ടിപൂർത്തിക്ക് ഗായത്രി ചേച്ചി വരുമെന്നാണോ? ചിലപ്പോ വന്നേക്കാം. അതിനെന്താ ഉറപ്പ്? നീയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗായത്രി ചേച്ചിയുടെ ആത്മാവും പ്രേതമൊന്നും വരില്ല എന്നും അതൊക്കെ പാർവതിയുടെ വേറെ സൃഷ്ടികളാണെന്നും? ഞാനാ പറഞ്ഞതൊക്കെ തെറ്റാണ് സുശീല ആൻറ്റി. ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ട്. എന്തടിസ്ഥാനത്തിലാ നീ പറയുന്നേ? പറ ജാസ്മിൻ, ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ മൊബൈലിലെ ക്യാമറയില് ഗായത്രി ദേവിയുടെ രൂപം പതിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശാലിന് വേണ്ടി താരാട്ട് പാടുന്ന ഗായത്രി ദേവിയാ ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നിന്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ചേച്ചിയുടെ രൂപം പതിഞ്ഞുന്നോ? വിശാലിനൊരു ട്രാപ്പിലാക്കി പാർവതി ഒഴിവാക്കാൻ ഞാനൊരു പ്ലാൻ ഒരുക്കിയായിരുന്നു. നീ പറയുന്നത് സത്യമാണോ ജാസ്മിൻ? സത്യമാണ് ആൻറ്റി. ആ വീഡിയോയിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഞാൻ കണ്ടതാ. എന്നിട്ട് വീഡിയോ എവിടെ? അത് ഞാനൊന്ന് കാണട്ടെ.
നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആന്റി. ആ ഫോൺ നശിച്ചുപോയി. ജാസ്മിൻ, നീ വെറുതെ എന്നെ കൊരങ്ങളിപ്പിക്കല്ലേ. ഫോൺ നശിച്ചു പോയെന്നോ? ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുക. അയ്യോ അല്ല ആന്റി, ഞാൻ ആന്റിയെ പറ്റിക്കുന്നതല്ല. ശരിക്കും ആ ഫോൺ കേടായതാ. അതെങ്ങനെ പെട്ടെന്ന് കേടായി? ഓ, ഇനി അതും ഗായത്രി ചേച്ചിയുടെ ആത്മാവിന്റെ കളിവല്ലോ ആണോ? എന്താന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഗായത്രി ദേവിയുടെ ആത്മാവിന്റെ ശക്തി കാരണം ആ ഫോൺ നശിച്ചതാവാം. ഓ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട്. ഫോൺ എങ്ങനെ കേടായെന്ന് നീ ഒന്ന് കൃത്യമായിട്ട് പറ ജാസ്മിൻ. ആന്റി, ഗായത്രി അമ്മയുടെ ആത്മാവ് വീഡിയോയിൽ പതിഞ്ഞ വിവരം പറയാനായി ഞാൻ പ്രഭാവതി ആന്റിയെ കാണാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. എന്താ ജാസ്മിൻ ഇത്? ശ്രദ്ധിച്ചു വരണ്ടേ? അങ്ങനെയാ ആ മൊബൈൽ ചീത്തയായത്. അല്ലായിരുന്നെങ്കിൽ ആന്റിക്ക് ആ വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നേനെ. പിന്നെ ഗായത്രി ചേച്ചിയുടെ ആത്മാവേ മൊബൈൽ ക്യാമറയിൽ പതിയാൻ പോവല്ലേ? ആന്റി, ഇതെല്ലാം പാർവതിയുടെ സൃഷ്ടി മാത്രമാണ്. 16 വർഷം മുമ്പ് മരിച്ച ഗായത്രി ചേച്ചി ഇപ്പൊ വീണ്ടും വരാൻ പോവല്ലേ? ഓരോരോ കെട്ടുകഥകള്. അയ്യ.